നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ കലാകാരന്മാരാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. ശശിയേട്ടനെയൊക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? വർഷങ്ങളായിട്ട് ഈ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ വിരമിച്ച് ഞാൻ മട്ടന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞാൻ കണ്ണൂർ കഫേ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ദൈവാനുഗ്രഹം. പിന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകര അതിൻ്റെ ക്യാമറാമാനാണ് തരുൺ സുധാകർ. പിന്നെ അതിൻ്റെ ഒരു നട്ടല് എൻ്റെ സർവസ്വമാണ്. രാമേട്ടനും അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ശശിയേട്ടനോളം എന്തായാലും അറിയില്ല. എങ്ങനെ എൻ്റെ പ്രായമുണ്ട് ശശിയേട്ടൻ്റെ കലാജീവിതത്തിൽ. തീർച്ചയായും ഞാൻ പറയണം. അല്ല, ഇനി പറയേണ്ട കാര്യമില്ല, പറയാം. കാരണം പിന്നെ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ശശിയേട്ടൻ തന്നെ ഏകദേശം രാമൻ്റെ വയസ്സൊന്നും നമുക്ക് മനസ്സിലായല്ലോ. പക്ഷെ പെട്ടെന്നുണ്ട് തോന്നൂല അതല്ലേ എത്ര പ്രായമുണ്ടെന്ന്. രാമേട്ടൻ ഈ നാടക പ്രവർത്തനവും കലാജീവിതമായിട്ട് കുറച്ച് വർഷമായിട്ട് സജീവമായിട്ടുള്ളതാണ്. കുറച്ചു കാലമായിട്ട് നാടകരംഗത്തായിരുന്നു കൂടുതൽ സജീവമായിട്ടുണ്ടായിരുന്നത്. പിന്നെ യാദൃശികമായിട്ടാണ് നമ്മളെ ഈ കണ്ണൂർ കഫേയിൽ എത്തുന്നത്. കണ്ണൂർ കഫേയിൽ എത്തിയതോടുകൂടി കുറച്ച് ആളുകൾ അറിയാൻ തുടങ്ങി. നാടകം ഇത്രയും കാലത്തെ നാടകാനുഭവം ഉണ്ടെങ്കിലും അതൊരു പരിമിതമായ ഏരിയക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു മുമ്പുള്ളതുപോലെ നാടകത്തിന് അത്ര വലിയൊരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അത് നാടകത്തിന്റെ പ്രാധാന്യം മാത്രമല്ല, ഞാനും അത്രേ അത്രേ സമീപിച്ചിട്ടുള്ളൂ, താല്പര്യം കാണിച്ചിട്ടുള്ളൂ. അതെ, അത്രേ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ കലാകാരന്റെ യഥാർത്ഥ ഒരു മുഖം. തീർച്ചയായും കോമഡി എന്നുള്ള രീതിയിൽ മാത്രമല്ലല്ലോ നമ്മൾ നിങ്ങൾ ചെയ്യുന്ന കണ്ണൂർ കഫേയിൽ അതിലും വ്യത്യസ്തമായ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കലാജീവിതത്തിലടക്ക് ഇപ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ഇന്ന ആളാണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ണൂർ കഫേ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്, ഒരുപാട്. ഈ കെയർ ഓഫിൽ നിന്ന് എനിക്ക് ഇപ്പോഴും ഒരു 4ഓളം സിനിമകൾ കിട്ടി. അതിപ്പോൾ ഓണത്തിന് റിലീസാകാൻ പോകുന്നു. അതൊക്കെ ഈ ഒറ്റ കണ്ണൂർ കഫേ എന്നുള്ള പേരിലാണ് ഒരു സംഭവമാണ്. നിങ്ങൾ ഈ കണ്ണൂർ കഫേന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. പേര് തരുൺ സുധാകരൻ. തുടിക്കളം വീട്. ഓ, അത് ശരിയാണ്. രണ്ട് തരുണും ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് കറക്റ്റ് എല്ലാ സ്ഥലത്തും ആ വേദിയിൽ പറയണല്ലേ. അപ്പൊ എങ്ങനെ ഇത്രയും ഇവരും മാത്രമല്ലല്ലോ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശരിക്കും ഓരോ ഫ്രെയിമും. അപ്പൊ എങ്ങനെ ഇവര് ഡീൽ ചെയ്യുന്നത്? അത് പോരാട്ടം തന്നെ ശരിക്കും. കാരണം ഇവര് അടിക്കുന്ന കൗണ്ടറിനെ നമ്മൾ ചിരിക്കാണ്ടിരിക്കണം എന്നുള്ളതാണ് അതാണ് മെയിനായിട്ടുള്ള ഒരു വെല്ലുവിളി. തീർച്ചയായും. അപ്പോ അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ പുറകിലിരുന്ന് ചിരിച്ചാൽ നമുക്ക് അതിന്റെ ഫ്രെയിം ഔട്ട് ആവും. കിട്ടില്ല. പിന്നെ വെച്ചാൽ ഇവര് പറഞ്ഞ് കേറി പോകും, നമ്മൾ സ്റ്റോപ്പിനെടുത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. ഇവര് പറഞ്ഞ് കാട് കയറി ചിലപ്പോ നമ്മളത് കേട്ട് ആസ്വദിച്ച് നിന്നു. നമുക്ക് വേണ്ടുന്ന കണ്ടന്റ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് പറഞ്ഞ് അങ്ങ് കാട് കയറി അങ്ങ് പോകുന്ന നമുക്ക് കട്ട് പറയാൻ തോന്നില്ല. കാരണം അത്ര രസത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ ചെയ്തതിന്റെ സംവിധായകമാണ് ഷിജിത്ത്. അദ്ദേഹത്തിന്റെ നാട് എവിടെയാ? അവര് ഇപ്പൊ താമസിക്കുന്നത് കുളശ്ശേരി അല്ലേ? കൊളശ്ശേരി കണ്ണൂർ. പുള്ളി ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. കൊളശ്ശേരിക്കാരനാണെന്ന് ശരിക്കും പറയാൻ കഴിയില്ല. ഈ നാട്ടുകാരൻ തന്നെയാണ്. കരവരാവുറന്ന് സ്വന്തം നാട്. അങ്ങോട്ട് താമസം മാറ്റിയ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ പ്രേക്ഷകർക്കൊരു ചെറിയ സംശയം ഉണ്ടാവും. ഈ കാണാത്ത ചില ആൾക്കാരും ഉണ്ടാവും. നമുക്കെന്തായാലും അതൊന്ന് കാണാം. അതിനകത്ത് ഏറ്റവും നല്ലൊരു സംഭവം അതൊന്ന് കണ്ടുവരാം. കഴിക്കാൻ പൊറോട്ടയും ബീഫും പോരെ? ബീഫും ഇങ്ങോട്ട് വരണ്ട, വേറെ എന്തെങ്കിലും വാങ്ങിക്കോ. പൊറോട്ടക്ക് ബീഫല്ലേ അതിന്റെ കോമ്പിനേഷൻ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബീഫ് വീട്ടിൽ കയറ്റൂലെന്ന്? എന്തിനാന്ന് അല്ല ചിക്കനോ മട്ടനോ എന്തെങ്കിലും വാങ്ങിക്കോ. നിനക്കെതിരപ്പോ ദേഷ്യം വരുന്നേ? മര്യാദക്ക് പറയോ? ചൂടാവില്ലേ? പിന്നെ ഈ വീട്ടിൽ കയറ്റാ സാധനല്ലേ ബീഫ്. ഇത് കഴിച്ചിട്ട് ഇങ്ങ് ആത്തേക്ക് കയറാം വീട്ടിൽ. തിന്നിട്ട് ആത്തോ പുറത്തോ എവിടെയെങ്കിലും കിടന്നോ. എന്നാ നോക്കുന്നു, ബീഫിലായിട്ട് ഇറങ്ങുന്നില്ല അല്ലേ? എന്ത് രസമുണ്ട് മട്ടൻ കൂട്ടി തിന്നാ. ചള്ളു മട്ടനാ. ഞാൻ ഓനോട് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തു വെച്ചതാ. സതീശ, 4 പൊറോട്ടയും ഒരു ബീഫും പാർസല്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല. നമുക്ക് നാളെ ഇത് തന്നെ ആക്കിയാലോ? നാളെ ഇത് തന്നെ മതി. മട്ടനാണല്ലേ? അടിപൊളിയല്ലേ?
അപ്പോൾ കണ്ടല്ലോ, പ്രത്യേകിച്ച് ഇനി ഞാനൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഈ കണ്ടന്റ് ഒപ്പിച്ചെടുത്തത്? ആരാണ് ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോൾ കണ്ണൂർ കഫേന്ന് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മില്യൺ ആൾക്കാർ കണ്ടു ആ സാധനം. കണ്ട ഒറ്റ ഒരാൾ ഒരു 2 മില്യണിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ തീർച്ചയായും. നമ്മളെ കണ്ണൂർ കഫേയുടെ കണ്ടന്റിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ അങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ഒരാൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കൂട്ടായി ഇരുന്ന് ഒരു ചർച്ചയിൽ ഇങ്ങനെ വരും. അപ്പൊ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു വിഷയം, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് നമുക്കില്ല. ഈ സംഭവത്തിൽ തന്നെ ഇപ്പൊ ബീഫ് വീട്ടിൽ കയറ്റില്ല, കഴിക്കില്ല എന്നുള്ള പറയുന്ന ആൾക്കാർ ഇപ്പം പഴയ സ്ത്രീകളൊക്കെ അങ്ങനെയാണ്. എന്തോ വീടുകളിലൊന്നും ഈ സാധനം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ അതെത്ര കറക്റ്റായിട്ട് ആ സാധനത്തിന് ഡൈവേർട്ട് ചെയ്ത് ശശിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ തരുണും കണ്ടന്റ് എങ്ങനെയുണ്ടായത്? എനിക്ക് നല്ല വൈഫ് ഹൗസ് എന്നുള്ളൊരു അനുഭവം. കുറെ കാര്യങ്ങൾ അനുഭവമാണ്. പല കാര്യങ്ങളും ആൾക്കാർ ചിലപ്പോ കണ്ടന്റ് നന്നായിട്ടില്ല, അല്ലെങ്കിൽ ഇത് പോരാന്നെല്ലാം പറയും. പക്ഷെ അതൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റുകളല്ല. നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ് എനിക്ക് തോന്നുന്നു 10% അങ്ങനെയാണുള്ളൂ. നമ്മള് ചിലപ്പോൾ അതിന്റെ സീനിന്റെ പെർഫെക്ഷൻ ആയാലും അതിന്റെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു സമയത്തിനുള്ള എനിക്ക് തോന്നുന്നത് 1 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്തേക്കും ഈ 1 മിനിറ്റിലൊക്കെ ഒരാളെ ഒന്ന് ചിരിപ്പിക്കാൻ 1 സെക്കൻഡ് മതിയാവും. പിന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കയറാണ്. സാധാരണക്കാരാണ് നമ്മുടെ ആൾക്കാർ. തീർച്ചയായും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇതൊക്കെ അവരെന്ന് ആ ഹോട്ടലിൽ നിന്നൊക്കെ ഇത് കണ്ട് ശീലമുള്ളതാണ്. വീട്ടിലേത് അവസ്ഥയൊക്കെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമാണ്. ബീഫിനെ എതിർക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്തിനാണ് എതിർക്കുന്നത് അറിയാത്ത ഒരുപാട് ആളുകൾ. തീർച്ചയായും ബീഫ് കഴിക്കൂല, ഒറ്റയടിക്ക് പറയും ബീഫ് വീട്ടിൽ കയറ്റാൻ പറ്റില്ല, ബീഫ് കഴിക്കൂല എന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പണ്ടേ അങ്ങനെയൊന്നും, അതുകൊണ്ട് ഞാനും അങ്ങനെയാണ്. അതിനിപ്പം അതിന് ശാസ്ത്രീയമായിട്ട് ഇത് വേണ്ടാന്ന് നോക്കുന്നവരുണ്ട്. ഈ റെഡ് മീറ്റ് ആയതുകൊണ്ട് അതിന് അതൊന്നുമല്ല. ശരിക്കും ഉണ്ട്, ഒരു വിഭാഗമുണ്ട്. അതും നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ പറ്റും. അല്ല, അതൊക്കെ പല രീതിയിലാണ്. നമ്മൾ അതിനെപ്പറ്റി ആ ചർച്ച അങ്ങോട്ടേക്ക് പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതല്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഇത് വളരെ നൈസായിട്ട് ഈ ഒരു മട്ടൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഏതായാലും അത് മൂപ്പരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് തന്നെ ആയിരിക്കുമല്ലേ വന്നിട്ട്. പിന്നെ എല്ലാവരും കൂടി പിന്നെ നമ്മൾ ഇതിന്റെ വേറൊരു നല്ല പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ലീലേച്ചി ഭയങ്കര പെർഫെക്റ്റ്. അത് നാച്ചുറലാണ്, സാധാരണക്കാരൻ. അത്രേ ഉള്ളൂ. പലരും ധരിക്കുന്നത് അല്ല, ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി പോകുമായിരുന്നു. ശരിക്കും ശശിയേട്ട അത് ഭാര്യ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു കെമിസ്ട്രിയില്ലേ അത് കറക്റ്റാണ്. നമ്മളെ പഴയ ഒരാൾ അവരെങ്ങനെയാണ് അവരുടെ ഒരു പിന്നെ നമ്മൾ ഒരു പല ഇതിലും ഓൺലൈനിൽ ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങൾ അഭിനയിക്കുന്നുണ്ടെന്ന് പോലെ ഇവർ തന്നെ ഈ ലീലേച്ചി തന്നെ. അപ്പം കറക്റ്റാണ് ഇവർ ആ ഒരു ചെയ്തു വരുമ്പോൾ അത് കറക്റ്റ് അവരുടെ സ്വന്തം ഭാര്യ തന്നെ. ഇപ്പം നിങ്ങൾ തന്നെ പലരും കുടുംബകാലം ഉണ്ടാക്കുന്നത്. ഞാൻ നമ്മുടെ ഭാര്യയോട് പെരുമാറുന്ന മാതിരിയാണ് പെരുമാറുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ബീഫ് ഈ എൻ്റെ വീട്ടിൽ നോണ കയറ്റില്ല. ഇല്ല, നമ്മൾ അമ്പലവാസിയാണ്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് കഴിക്കും. പുറത്തുനിന്ന് കഴിച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ അകത്തല്ലേ ഇരുന്നു. പിന്നെ ഇതിലെന്ത് അർത്ഥം വന്നിന്? ഞാൻ അതിൽ പറയുന്നുണ്ട്, പുറത്തുനിന്ന് കഴിക്കാതിട്ട് വീട്ടിനകത്തേക്ക് ഇല്ല. ഇതിലെന്താ അർത്ഥമുള്ള ഒന്നുമില്ലല്ലോ. നമ്മൾ അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞു വരുമ്പോഴേ ഈ കണ്ണൂരുകാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണ്ട് മുമ്പത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണൂർ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം ഭാഷയാണെന്നുള്ളൊരു, അതായത് സിനിമാ ഫീൽഡ് ഇപ്പോൾ ഇവരെല്ലാം അറിയാലോ, ഏകദേശം ഒരു 70-80 ആ കാലഘട്ടത്തിലെല്ലാം ഈ ഫീൽഡിലെല്ലാം നിൽക്കുന്ന ആളല്ലേ. സിനിമയിലെങ്കിലും മിമിക്രിയും മറ്റു കാര്യങ്ങളുമായിട്ട് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ ഭാഷ എന്തോ ഒരു ഇപ്പോൾ നല്ല ഭാഷ സംസാരിക്കും. തിരുവിതാംകൂർ അങ്ങനെ ഒരു അച്ചടി ഭാഷ സംസാരിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു മുമ്പ് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അതിന് കംപ്ലീറ്റ് മറിഞ്ഞു ആ സംഭവം. അത് കണ്ണൂർ ഭാഷ ബെറ്റർ ആണ്. അല്ല, കണ്ണൂർ സ്ലാങ് വേണമെന്ന് തന്നെ പറയുന്നത് അത് തന്നെ ചെയ്യണം. അത് തന്നെ അതിനകത്ത് കണ്ണൂർക്കാർക്ക് മാത്രം കണ്ണൂരുകാർ പറയുന്നത് അത് കീജി പാഞ്ഞി എന്നെല്ലാം പറഞ്ഞിട്ട് പറയുമ്പോൾ. അല്ല, അതിൻ്റെ ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് പോയിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ നിങ്ങൾ പറഞ്ഞ നവീൻ പനങ്കാവ് നവീൻ ഞാനായിട്ടുള്ള അപ്പോഴും ഞാൻ അവനോട് എന്ത് ചോദിക്കുന്നുണ്ട്, എനിക്കെല്ലാം കൂടി നൊസാന്ന് തോന്നുന്നു. അപ്പൊ എറണാകുളത്തുള്ളവരോട് അത് പറയരുത്, അത് ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്ന്. ഞാൻ ഇത് മനസ്സിലാവും നോക്കിയോ. ഞാൻ പറഞ്ഞു അത് വേണത്. ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾക്കത് നൊസം കാര്യമുണ്ടോ? നോക്കുമ്പോ അത് ഹിറ്റായി. പനങ്കാവില് നിങ്ങളെ സഹയാത്രി നവീൻ പനങ്കാവ് നല്ല നല്ല
കലാകാരനാണ്. നമ്മുടെ ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു മുമ്പ് അവർ. ഉണ്ട്, അത് ശരി. അപ്പം ആ സ്ലാങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അത് ഒരുപക്ഷെ ഇത് ക്ലിക്കാവാനുള്ള ഒരു കാരണം കണ്ണൂർ ഭാഷയും കൂടി ആയിരിക്കും നിങ്ങളെ ഈ കണ്ണൂർ കഫേ. പിന്നെ അത് മാത്രമല്ല, ഈ കള്ളത്തരം ഇത്ര കൃത്യമായിട്ട് ഫലിപ്പിക്കാൻ ശശിയേട്ടനോട് മറ്റൊരു കഴിയില്ല. അല്ല, ശശിയേട്ടൻ ഈ നേരത്തെ ഫ്രണ്ട്ലി ടോക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ വിജയരഹസ്യം അല്ലെങ്കിൽ ഇത്ര നല്ല കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ആകുന്നു? അത് ഒരാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ അയാൾ വരും, അങ്ങോട്ട് പോകില്ല എന്ന് പറയും. അതായത് ഒരു കൂട്ടായ്മ. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് ശശിയേട്ടൻ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം ക്യാമറാമാനൊരു അഭിപ്രായം പറയട്ടെ, ഡയറക്ടർ പറയട്ടെ, രാമൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അത് നല്ലതാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്വീകരിക്കും. അതാണ് നമ്മുടെ ഇത്രയും നാളുടെ വിജയം. അത് പറയുമ്പോൾ തന്നെയല്ലേ എല്ലാ രാമ അതിന് ഒരു ടോൺ ഉണ്ടല്ലേ, ഒരു സാധനം എന്താണ് രാമ അങ്ങനെയുണ്ട്, ആ ഉള്ളിൽ വരണം. എന്താണ് രാമ, അത് ഒരു എന്തെങ്കിലും ഒരു ചെറിയ സാധനം മുമ്പ് ചെയ്ത് ഒരു സംഭവം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മൂക്കുപൊടി, ഇയാൾ മൂക്കുപൊടി വലിക്കുക. അപ്പൊ ഞാൻ ബാഗ് തൂക്കി കയറിയാന്ന്. അപ്പൊ അതെന്താ പറഞ്ഞ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അതെ അതെ. അപ്പൊ എന്തായി എന്തുണ്ട് ചേച്ചിട്ടോ? ശശിയേട്ടൻ നടന്നു വരുന്നു, ഞാനൊരു സ്ഥലത്ത് നിന്നിട്ട് ശശിയേട്ടൻ ചോദിക്കുക, അല്ല ചേട്ടാ എന്തുണ്ട് നിങ്ങളെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അല്ലോ, പൊടി വലിക്കണ്ടേ, അതായത് പൊടി വെച്ചോടാ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വെച്ച് എന്തുണ്ട് ചേട്ടാ നിങ്ങളെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അല്ലോ. Let me allow to introduce my dictatorial activities in the Rodolphus concavity and allow me to take some pulverous atoms of tobacco and matriculation examination is the border destination whose main occupation cultivation, and that is what because of India is a foreign country and the wonderful country Kundra is under my control. കണ്ടായിരുന്നു എന്താ ചോദിച്ചു മനസ്സിലായോ? എന്താ ചോദിച്ചാൽ വെച്ചാൽ let me allow to introduce my digital extremities in the Rodolphus concavity. നിങ്ങളുടെ മൂക്കുപൊടിൻ്റെ കുപ്പിനകത്ത് എൻ്റെ വിരലമർത്തിയിട്ട് let me allow to introduce my digital extremities in the Rodolphus concavity and allow me to take some pulverous atoms. പൾവറസ് അത്രയും ചെറുത്, pulverous atoms to work out. പുകപ്പൊടി എന്നാ പറയുന്നത് ചുരുക്കുന്നത്. നീ കുറച്ച് പൊടിങ്ങി ഉദ്ദേശിച്ചത് എന്താണ് രാമ എന്നാ പറയുന്നത്. ഞാനിങ്ങനെ നിൽക്കുന്ന കാണുമ്പോ എന്താണ് രാമ, അതേ പറഞ്ഞ ഉള്ളിൽ നിന്ന് വന്ന രാമൻ. അല്ല, ഇത് ശരിക്കും നേരത്തെ നമ്മൾ ക്യാമറ ചെയ്യുന്ന മൂപ്പര് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സാധനം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ഇത് ഷൂട്ട് ചെയ്യുന്നല്ലേ, അപ്പൊ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റണ്ടേ, ചിരിക്കാണ്ട് പിടിച്ച് നിൽക്കണ്ടേ. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും തമാശ ഒന്നും ഉണ്ടാവില്ലേ, കുറച്ച് കാര്യം പറയാൻ കണ്ടു നമ്മൾ കുറച്ച് ചെറിയ ആ സമയത്ത് ശശിയേട്ടൻ പറയും നമ്മൾ കോമഡിയാ ചെയ്യുന്നത്, കാരണം ജനങ്ങൾക്ക് മനസ്സിലായി. അതല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യം. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഹിറ്റായ നമ്മളൊരു ഐറ്റം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമടിച്ചിട്ട് റോഡ് സൈഡിൽ നിൽക്കുക, ഇങ്ങനെ മതിൽ പിടിച്ച് നിൽക്കുക, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനാന്നില്ല. അപ്പോഴേ ഇവൻ പോകുന്നത് രാമാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാം. വിളിച്ചിട്ട് ഈ കള്ളു കുടിച്ച ആൾക്കാർ സാധാരണ ബാക്കിയുള്ള ആൾക്കാരിൽ ഊരിയാട്ടോ അയ്യാ, ഇതല്ല. ഇത് ഞാൻ അത് 2 റേഞ്ചിൽ അഭിനയിച്ചിന്. അതായത് ഫസ്റ്റില് രാമനെ കണ്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് പിടിച്ചിട്ട് ഒരു പിടുത്താണ്, എൻ്റെ ഭയങ്കര ഒന്ന് കൊണ്ടാക്കിത്താടാ വീട്ടില്. ഇവൻ പറയും എന്താ ശശിയേട്ടാ ഇത് നിങ്ങൾ ഭയങ്കര ഓവറായി പോയില്ല. അങ്ങനെ ഞാൻ പിടുത്തം വിടുന്നില്ല, ഇവൻ പിടുത്തം വെക്കുന്നത്. ഈ വെള്ളടിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പിടിച്ചു കഴിഞ്ഞാല് ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? അനുഭവം അതെ. അങ്ങനെ ഇവ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവാ. അതായത് നിരവധി രാമന്മാർ നാട്ടിലുണ്ടെന്നാണോ? അത്രക്ക് പോണ്ട. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ റേഞ്ചിൽ നിന്നും ഔട്ടായി. ഞാൻ കൂടുതലായി ഓവറായി നടന്നു. ആ ഇതില് ഓവറായി. പിന്നെ മുണ്ടിന്റെ ഉടുത്തത്തിന്റെ സ്റ്റൈൽ അത് നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ ഭാര്യ ഇവൻ എന്നെ കൊണ്ടാക്കിയത് രാമൻ. ഭാര്യനെ വിളിച്ചിട്ട് പറയുമെന്ന്. അന്നേരം ഭാര്യ എന്നിട്ട് പറഞ്ഞ വഴിക്കുന്ന എന്താ പറയുന്നത്, വഴിക്കുന്ന നീയാണ് ഇതിനെല്ലാം. അല്ല, ഇങ്ങനെ ഇത് ശരിക്ക് ഈ നാട്ടുമ്പുറത്ത് സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവം. കാരണം ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ ഈ വീട്ടുകാരെ കംപ്ലീറ്റ് വിചാരിച്ചു. അല്ല, ഞാൻ ഇവരെ പറഞ്ഞു, ഞാൻ ചെയ്ത മോശമായി പോരാമോ എന്തെന്ന്. ഇത് നമ്മൾ ഇത്ര ഇത് പറഞ്ഞല്ലേ, നമുക്ക് ഒന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. രാമ ബാടാ എന്നാ ചേട്ടാ ഇത് കഥ
ഒന്ന് കൊണ്ടാക്കിട്ടാടാ വീട്ടില്. ആവശ്യത്തിന് കുടിച്ചാ പോരാനാ, എനിക്ക് അത്യാവശ്യത്തിന് പോവാ എന്റെ വീട്. ഒന്ന് കൊണ്ടാക്കിട്ടാണ്. കൈവിട് നിങ്ങള്, കൈവിട് ചേട്ടൻ, ഞാൻ കൊണ്ടായി തരാന്ന്. വാ പാടുന്നു അടേ ഇരിക്കാണ് മര്യാദ കൊടുക്ക്. അയ്യോ ഞാനെടുത്ത് ശശിയേട്ടൻ ലേശം ഓവറായി പോയി. നീ ഒറ്റ കാരണം ശശിയേട്ടൻ കുടിച്ചിട്ട് ഓവറാകുന്നു. ആ നീ എന്നെയാ കാരണം. ഇങ്ങനെ കുടിപ്പിക്കാൻ നിക്കണ നീ ദിവസം ഇതിനല്ലേ പണി. ആടെ ബൈക്ക് കണ്ടേ ഞാൻ. ആ ബൈക്ക് കണ്ടായിട്ട് കുടിപ്പിച്ച് വിട്ടായിട്ട് ബൈക്ക് കണ്ടു അങ്ങനെ പറഞ്ഞാ മതിയല്ല. ശശിയേട്ടാ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? ഞാൻ ഇതിന് അത് വളരെ മോശമായി പോയി രാമ ഇത് ചെയ്തത്. പിന്നെ ഇതില് നമ്മള് ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. ലീലേച്ചി ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ബിജുട്ടന്റെ അമ്മയാണ് കേട്ടോ. ഓ ശരി. ആ ബിജുട്ടൻ എന്ന് പറഞ്ഞ മൂപ്പര് നല്ല അവന് സ്വന്തമായിട്ട് വേറൊരു ഇതുണ്ട്, കണ്ണൂർ കഫേമാര് തന്നെ കൂമ്പാളം മീഡിയ കുടുംബം കുടുംബം മാത്രം. അതുകൊണ്ട് ഈ ലീലേശിനെ പല ഫ്രെയിമിലും വേറെ കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ തന്നെ. ബിജുട്ടനും ഭാര്യയും കുട്ടിയും ലീലേച്ചി ഉൾപ്പെടുന്ന ഒരു അവര് തന്നെ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലേ. ഇത്തരത്തില് ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങി. ഒരുപാട് നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം കണ്ണൂർ തന്നെയാണ് കുറച്ചും ഒരുപാടല്ല. നമ്മൾ ആ ഇരിട്ടിയിലൊരു ഗുണ്ട് ഒരു സംഭവം കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന അപ്പം ഇങ്ങനെ ഇതിനിപ്പോ സാധ്യതകൾ ഒരുപാട് വരുന്നു. ഇപ്പം ഇതും അന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ ഇപ്പൊ ശശിയേട്ടന് പറയാൻ പറ്റും. ശശിയേട്ടൻ്റെ ഏകദേശം കലാജീവിതം ആരംഭിക്കുന്ന ഏത് സമയത്താണ്? ഞാൻ 1900 പ്രൊഫഷണലായിട്ട് വരുന്നത് 1977 എൻ്റെ ഡിഗ്രി കഴിഞ്ഞോട്ടെ. അപ്പം അന്ന് മോണോ ആക്ട് മിമിക്രി അല്ല, മിമിക്രി ആലപ്പി അഷ്റഫ് നമ്മളൊക്കെ, ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പട്ടറുണ്ട് KS രാജ്, നമ്മളൊരു ടീമായി ഡബോണയർ 6 എന്ന് പറഞ്ഞിട്ട് 6 ആൾക്കാർ. അതിൽ ഒരാൾ മ്യൂസിഷ്യൻ, ബാക്കി നമ്മൾ 5 ആൾക്കാർ. ഒരുപാട് പ്രോഗ്രാം ചെയ്തു. മിമിക്സ് പെരേഡ് തന്നെ, മിമിക്സ് പരേഡല്ലേ, അബിയും ദിലീപും അവരൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ സിദ്ദിഖ്ലാൽ നമ്മൾ ചെയ്തു. പക്ഷെ നമ്മൾ ഈ തുറന്നു പറയാം, നമ്മൾ ഈ വടക്കം വരാതിൻ്റെ ആരും നമ്മളെ മൈൻഡ് ആക്കിയില്ല. സത്യം അത് എൻ്റെ അനുഭവം അത്. അല്ല അത് ആ സമയത്ത് അങ്ങനെയാണ്. നമുക്ക് പിന്നെ ഈ TV ഷോ ഇതെല്ലാം വന്നപ്പോൾ അതെല്ലാം അങ്ങേ ഭാഗത്താണ്, നമുക്ക് ഈ ഭാഗത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ സ്ലാങ് പോലും അംഗീകരിക്കപ്പെട്ടില്ല. പിന്നെ കേരളത്തിൽ സ്റ്റേറ്റ് ലെവലിൽ മോണോ ആക്ടിങ്ങിൽ 3 പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ ലേറ്റസ്റ്റ് എനിക്ക് കലാഭവമണി അവാർഡ് കിട്ടി. അതിപ്പം 2 തവണ സമഗ്ര 2 പിന്നെ 2022 അങ്ങനെ അത് മിമിക്രിയിലുള്ള സമഗ്ര സംഭവമാണ്. പക്ഷെ ഇത്രയായിട്ടും നമ്മൾ നാളെ അറിയപ്പെടുന്നത് കണ്ണൂർ കഫേ. ശശിയേട്ടൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് നമ്മളെ മറ്റേ ചാപ്ലിൻ, നിങ്ങളെ പേരിന്റെ മുമ്പിലുള്ള സംഭവം അല്ലെ, ചാർലി ചാപ്ലിൻ. അതൊരു ഭയങ്കര സംഭവമല്ല. ആ ഇമിറ്റേഷൻ ശരിക്കും ബോഡി ആയി കഴിഞ്ഞാലും എല്ലാം ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ പോയി ചെയ്തു. അതൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ചാപ്ലിൻ. നമുക്ക് വരുന്ന കമന്റുകളിൽ കൂടുതലും ശശിയേട്ടനെ താരതമ്യം ചെയ്യുന്ന ചാപ്ലിനെ പോലെ ഉണ്ടല്ലോ. അല്ല നിങ്ങൾ അങ്ങനെ അറിയപ്പെടുന്നുണ്ടെന്നു അല്ലേ? ശരിക്കും അങ്ങനെ കുറെ നമ്മുടെ ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ ചാപ്ലിൻ. ഒരു സമയത്ത് രാമേട്ടനാലും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവില്ല. അല്ല അത് ഞാനും നേരിട്ട് അന്ന് നമ്മൾ ഏകദേശം ചെറിയ ടൈമിൽ പോയി കണ്ടതാണ്. അപ്പം ഞാനത് ശശിയേട്ടനോട് പറഞ്ഞു, പുല്ലിയോട് ഉത്സവത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നത്, ഇവരെ ഒരു ട്രൂപ്പിൻ്റെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഒരു ശരിക്കും ഒരു ടീം വർക്ക് തന്നെയാണ്. അതായത് ഒന്ന് ശിവദാസ് മട്ടനോട് നമ്മളൊരു കൗണ്ടർ പഠിച്ചാൽ അതിന്റെ ഡബിൾ കൗണ്ടർ ഓൺ ഇങ്ങോട്ട് അടിച്ചു നമ്മൾ. അതപ്പം തന്നെ നമ്മൾ തന്നെ ചിരിച്ചു കിടക്കും, പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ. പിന്നെ ഇത് സ്റ്റേജിലല്ലേ കോമഡി ആയതുകൊണ്ട് പക്ഷെ അതിന്റെ ആ ഒരു ഡിഫക്റ്റ് എനിക്ക് ഈ കണ്ണൂർ കഫേയിൽ അഭിനയിക്കുമ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് ക്രമേണ ഡയറക്ടറും ക്യാമറാമാനും കൂടി അത് മാറ്റി തന്നു. അതായത് നമ്മൾ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാർ, ഐ മീൻ ഒരു പട്ടി ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, ആയിരക്കണക്കിന് ഓഡിയൻസ് നിൽക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ വളരെ ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും, വളരെ പഴയ ശിവാജി ഗണേശന്റെ സ്റ്റൈലിലൊക്കെ അഭിനയിക്കേണ്ടി വരും, എന്നാലും അങ്ങ് മനസ്സിലാവുള്ളൂ. അത് ഇതിന് അഭിനയിക്കുമ്പോൾ വന്ന മഹാബദ്ധം. അത് എൻ്റെ മകൻ തന്നെ പറയണ്ട, അച്ഛൻ സൈക്കിൾ കേട്ടോ, വളരെ അബദ്ധമാണ്. കാരണം അച്ഛൻ്റെ സൗണ്ട് വരുമ്പോഴത്തേക്ക് അത് അഭിനയം തമ്മിൽ രണ്ട് ഇതാ, ഒരു ബന്ധമില്ല. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയായി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൂർ കഫേയിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, ആര് നമ്മുടെ സംവിധായകനും ക്യാമറമാനും, നടക്കൂല ചേച്ചി ചേട്ടാ ഇത്, നടക്കൂല ഇത്, നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ സ്ട്രെയിൻ എടുക്കണ്ട, ഇതൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ ഒരാൾ വേണ്ടേ.
ഞാനിപ്പോൾ സലീം അഹമ്മദിന്റെ പത്തേമാരിയിലും ആദാമിന്റെ അങ്ങനെ അബൂലൊക്കെ ചെയ്തു. അപ്പോഴൊന്നും ആ സലീമെന്നേക്കാൾ വളരെ ജൂനിയറാണ്. നിങ്ങൾ നല്ലൊരു പുള്ളിയൊന്നും അനക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്യണ്ടെന്നൊന്നും. ഞാൻ ഭയങ്കര ശബ്ദത്തിലാ പറയാ. നോക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, വളരെ മൈന്യൂട്ടായിട്ട്. അത് ഇവര് ഫുൾ ധൈര്യം നമുക്ക് ഇരുന്നത്. നമ്മുടെ ക്യാമറാമാനും ഡയറക്ടറും തരുണും ഷീത്തും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, മെല്ലെ പറഞ്ഞാ സമയം എടുത്ത് ചെയ്തോ. അപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴ് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അതിന്റെ ഒരു മോഡുലേഷൻ കറക്റ്റായി അത് ഇവരാക്കിയെടുത്തത്. അതിലും ടെക്നിക്കൽ പ്രശ്നം ഉണ്ടാവുമല്ലേ, നമ്മൾ ഒരുപാട് ഓഡിയോ വരുമ്പോൾ ഇവർ ഈ ഷുവർ മൈക്കിലോ അല്ലെങ്കിൽ മൈക്കിലോ നിന്നിട്ട് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഈ സാധനത്തിന് വരുമല്ലോ. അപ്പോൾ അതൊരു പ്രശ്നം. ജീവിതത്തിൽ ഈ കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം പങ്കുവെക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം കിട്ടിയത് നമ്മുടെ പഴയ ഒരു മജീഷ്യൻ ഉണ്ട്, പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരി. കേട്ടിട്ടുണ്ടോ? വാഴക്കുന്നം നമ്പൂതിരി ഉണ്ട്. മുമ്പ് ഇല്ല. അയാള് അത് 77-78 കാലഘട്ടങ്ങളിൽ ഞാൻ അങ്ങേരുടെ കൂടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യം തന്നെയാണ് അയാളുടെ കൂടെ. പിന്നെ എനിക്ക് ഉള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഈസ്റ്റ് ആഫ്രിക്ക, നൈജീരിയയിൽ പോകാൻ പറ്റി. പിന്നെ കുറേ മറ്റേ UAE പോയി, അങ്ങനെ പല ഖത്തർ, പിന്നെ ഇന്ത്യയിൽ ഒട്ടുമുക്കാൽ സ്റ്റേറ്റിലും ഞാനന്ന് മാപ്പിളപ്പാട്ടായിരുന്നു. അതെല്ലാം അതുപോലെ ഈ സലീം അഹമ്മദ് നല്ലൊരു ബന്ധം ഉണ്ടല്ലോ മുമ്പ്. പുള്ളി എൻ്റെ അയൽവാസിയാണ്, ഏറ്റവും നല്ല ബന്ധമാണ്. പുള്ളിയുടെ കുഞ്ഞനന്ദൻ്റെ കട ഒഴികെ സിനിമകളിലെ. ശരി, ഇപ്പം പുതിയ ചെയ്യുന്ന 2 സിനിമ ഇനി ഓണത്തിന് വരാനുണ്ട്. ഞാനിപ്പോൾ ചെയ്തത് ഒന്ന് അൻപോട് കൺമണി, അയാളുടെ പേര് ഷിജു തോമസ്, അത് അർജുന അശോകൻ്റെ കൂടെ. മറ്റൊന്ന് സംശയം, പിന്നെ ഇയാള് വിനയ് ഫോർട്ടിന്റെ ഭാര്യയുടെ അച്ഛനായിട്ട്. അത് നല്ലൊരു വേഷം. കുഞ്ഞേഷ് മാഷുണ്ട്, നമ്മളെ മാഷ് ഉണ്ടല്ലേ? മാഷുണ്ട്. മാഷല്ല ഒരൊറ്റ വേഷത്തിൽ ഒന്ന് അതെല്ലാം ഓരോ യോഗമാണ്, പിന്നെ പ്രതീക്ഷിക്കാണ്ടെന്ന് അവർക്ക് വരുന്നത്. അതുപോലെ നമ്മളെ ഈ ശിവദാസ് കണ്ണൂർ എന്ന് പറഞ്ഞ ആള് മൂപ്പരോട് ഉറക്കം തൂങ്ങി കിടക്കൽ പോവാന്നറിയില്ല. അതേമാതിരിയാണ്. അല്ല, ഇവർക്കെല്ലാം വെച്ചാൽ ഒരു ശൈലിയുണ്ട്. ആ ശൈലി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഹിറ്റായി പോകുന്നത്. നമ്മൾ ആ സൈഡിലുള്ള ഇങ്ങോട്ടുള്ള സാധനം കണ്ട് കണ്ട് മടുക്കും. ഇങ്ങോട്ടുള്ള സാധനം കാണുമ്പോൾ ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നു. അവര് ഉറക്കം തൂങ്ങി കിടക്കല് ശശിയുടെ പറഞ്ഞ ഒരു നല്ലൊരു സാധനമാണ്. ശിവദാസിനോട് ചോദിച്ചു തന്നെ അല്ല പിന്നെ എനിക്ക് നൊസുണ്ടോ എന്ന് ചോദിച്ചാൽ നൊസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തീരെ നമ്മളെ ഏറ്റവും ഉള്ളിലോട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. പക്ഷെ എന്നാൽ ആ സംസാരിക്കുന്നത് അതാണ് എന്തോ ആണ് ആൾക്കാർക്ക് മനസ്സിലാവും. അതൊരു വലിയ സംഭവം അല്ലേ. പിന്നെ നിങ്ങളൊരു ചാപ്ലിൻസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടാക്കിയത് സലീം അഹമ്മദ്. അത് സലീം അഹമ്മദ് അവരൊക്കെ കൂടി. ഞാൻ പിന്നീട് അതിന്റെ ഞാൻ കോഴിക്കോടായിരുന്നു, ഞാൻ പഠിച്ചത് കോഴിക്കോട്. അപ്പൊ അതിനകത്ത് ഏതൊരു ഷോ ചെയ്തിട്ട് മമ്മൂട്ടി വന്നിട്ട് അത് നമ്മുടെ KS പ്രസാദിന്റെ കോമഡി മിംസും പിന്നെ ഞാൻ അതിന്റെ 100ാം എപ്പിസോഡിന് നമ്മൾ ചെയ്തത്. അത് മമ്മൂട്ടി വടക്കുന്ന് വന്ന് കണ്ണൂരിന്ന് വന്ന് ചാപ്ലിൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അത് നല്ല അഭിപ്രായം കിട്ടി. അപ്പൊ അന്നും ഈ ചാപ്ലിൻസിനെ അതിനകത്ത് അവതരിപ്പിച്ചു അല്ലേ? താരങ്ങളില്ലാത്ത താരനിശ. അതായത് താരനിശയിൽ കംപ്ലീറ്റ് ഡൂപ്പുകളാണ് എല്ലാവരും. ഇമിറ്റേഷൻ. അത് ചാപ്ലിനുണ്ട്, പിന്നെ മൻമോഹൻ സിംഗ്, വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ട്. അത് അന്നേരത്തെ ആ ഒരു മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ വരുന്ന സ്കിറ്റായിരിക്കും അല്ലേ? സ്കിറ്റായിരുന്നു. അത് നല്ല അഭിപ്രായം കിട്ടി. അതിനുശേഷം നമ്മുടെ ഇതിന് തന്നെ നമ്മുടെ ഇതും ചെയ്ത് ഷാപ്പിൻസിൻ്റെ എൻ്റെ പരിപാടി അതിലത് മമ്മൂട്ടി എടുത്തു പറഞ്ഞിരുന്നല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ നേരത്തെ ചെയ്തു, ഇപ്പം ഫിലിമിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? കുറച്ച് പ്രൊഫഷണലായിട്ട് പിന്നെ ചെയ്തതാണ്. എങ്ങനെയാണ് ഇനി നിങ്ങളെ ഒരു പ്രതീക്ഷ ഈ കണ്ണൂർ കഫേൻ്റെ ഒപ്പം ഒരു ഫിലിം ചെയ്യുന്ന? നമ്മള് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിന് മുന്നേ ഒരു 2 സിനിമ വർക്ക് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ ഒരു അച്യുതൻ്റെ അവസാന ശ്വാസം എന്ന് പറഞ്ഞൊരു സിനിമ, അത് ചെറിയ സിനിമയായിരുന്നു, അത് തിയേറ്ററിൽ റിലീസ് ചെയ്തു. പിന്നെ ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കാണാനുണ്ട്. പിന്നെ രണ്ടാമത് കണ്ണാടി പറമ്പിലെ കല്യാണാലോചന പറഞ്ഞൊരു സിനിമ, അതിപ്പോൾ യൂട്യൂബിൽ ഇപ്പം വൈറലാണ്. ഇപ്പം റീസെൻ്റ്ലി ചെയ്ത ഒരു 2 ആഴ്ച ആവുന്നതിൽ ഇപ്പോൾ ഏകദേശം ഒരു 12 ലക്ഷം പേര് കണ്ടു. പിന്നെ അത് രാമേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് കണ്ണൂർ കഫേക്ക് മുന്നേ ചെയ്ത സിനിമയാണ്. അല്ല മൂപ്പര ഈ വിനയം പോലെയൊന്നുമല്ല ആള്. അപ്പൊ ഇനി എന്താ അംബിഷൻ? സിനിമാറ്റോഗ്രാഫർ. ഞാൻ ആനിമേഷനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 4 വർഷം ആനിമേഷനിലായിരുന്നു ബാംഗ്ലൂർ.
അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തപ്പോൾ പിന്നെ ഇതല്ല മേഖല എന്ന് തോന്നി തിരിച്ച് നാട്ടിലേക്ക് തന്നെ പറ്റിയ വന്നു. പണി ഇതല്ല. പിന്നെ കുറെ പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല അത് ഇവരുടെ ഇപ്പം പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ പറയാം ഒരു ഫ്രെയിമും അതെ. അതിന്റെ ഒരു ക്യാമറമാൻ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വെറും ഒപ്പിയെടുക്കൽ മാത്രമല്ലല്ലോ, അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ കാണുമല്ലോ അല്ലേ. ഏതായാലും അതൊരു ഭയങ്കര നിങ്ങൾ നമ്മളൊരു പ്ലസ് പോയിന്റ് ആണ് ക്യാമറമാൻ. നിങ്ങളിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് കാണുന്ന പോലെയല്ല പുലിയ എന്ന് പറഞ്ഞല്ലോ. ഈ കണ്ണൂർ കഫേൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഓരോരുത്തരും അവരെ മേഖലയിൽ അവരെ പ്രാഗൽഭ്യം തെളിയിച്ചവരാണെങ്കിൽ കൂടിയും നമ്മളൊരു ടീം വർക്കായിട്ട് വരുന്ന സമയത്ത് ഞാൻ ആരും അല്ല, അത്രയും ഒരു പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് വരെ. നമ്മളിപ്പോൾ നമ്മൾ കണ്ണൂർ കഫേ യൂട്യൂബിൽ വന്നു തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു തവണ പോലും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു അപസ്വരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് എല്ലാവരും നമ്മുടെ ടീം ഇത് നിങ്ങള് പ്രായമുണ്ട് ഇവരുടെ കലാജീവിതത്തിന് സത്യം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടപ്പെടായി വരേണ്ട ഒരു ചാൻസ് ചിലപ്പോ. പക്ഷെ ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഈ ശശിയേട്ടൻ തന്നെ. ഇത്രയും നമ്മളെല്ലാവരെക്കാളും പ്രായമുള്ള ആള്, അനുഭവമുള്ള ആള്, പക്ഷെ എല്ലാ കാര്യത്തിലും ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കൂടെ നടക്കാന്ന്. അതല്ല നമുക്ക് ആ ഓരോ സീനിന്റെയും ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഒരു എഫേർട്ട് ശശിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ശശി നമ്മളെന്തായിരുന്നു അതിന്റെ ശശി എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് യൂട്യൂബിൽ. അപ്പൊ അതിൻ്റെ അകത്ത് ലാസ്റ്റിൽ ഇവരിട്ട എഫേർട്ട്, ഞാൻ ക്യാമറ കൊണ്ടൊരു നിന്ന സ്ഥലത്ത്, കാരണം അവിടെ നനങ്ങാൻ കഴിയില്ല, മുട്ടിന്റെ അടുത്ത് വരെ ചളിയാ, എന്റെ ഹൈറ്റില് മുട്ടിന്റെ അടുത്ത്. അപ്പൊ ഇവർക്ക് അത്ര ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കിയാൽ ഇവരാ ചളിയിൽ കടന്ന് മറിഞ്ഞ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത്. രാമണ്ണല്ല അന്ന് ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം ഫുള്ള്. എന്റെ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾ എടുത്ത് മേക്കിംഗ് വീഡിയോ ഉണ്ട്, ആ സീൻ ഒന്ന് കണ്ടിട്ട് വരാം ഏതായാലും, എന്നാലേ അത് പൂർണ്ണമാവും. ശശിയായിട്ട് എനിക്ക് ഇന്നാലും ലോട്ടറി തന്നില്ലേ? എടാ അടിച്ചടാ, അവര് പാടുന്ന പറഞ്ഞിട്ടല്ലേ ആടാ. പിന്നെ ശശിയായിട്ട് ഇപ്പൊ ടിക്കറ്റ് ചോദിക്കാൻ വരും, നീ കൊന്നൂട്ട കൊടുക്കറേ. മോനെ സതീശ, എന്റെ പറ്റ് മുഴുവൻ കൂട്ടിക്കളാം. നിന്റെ കടം മുഴുവൻ ഞാനിന്ന് തീർക്കാൻ പോവാം. കട എങ്ങനെയാണ് തീർക്കണ്ടേ രാമ? പൊതുവെ എനിക്ക് കടം വെച്ചിരിക്കുന്ന സ്വഭാവമില്ല. ഓഹോ, പിന്നെ ലോട്ടറി ടിക്കറ്റ് അവർക്ക് ഇങ്ങനെയാണ്. കടയങ്ങള് വെട്ടിക്കോ, ലോട്ടറി ടിക്കറ്റ് എടുക്കട്ടെ. അതെങ്ങനെയാപ്പ? ഇന്നലെ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെയല്ലേ തൽക്കാലം വെക്കാൻ. കടം തീർത്ത് അല്ലെങ്കിൽ തിരിച്ചു തരണ്ടേ? തന്നെ അല്ലേ? പിന്നല്ലാണ്ട് എന്ത്? നീ എന്തിനാ സതീഷ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അത് കൊടുത്തേക്കണം. അല്ല, ഒന്നും കാണാണ്ട് നിങ്ങളെ ടിക്കറ്റ് വെക്കില്ല എന്ന് നമുക്കറിയാം. നീ എന്തിനാ ഇടപെടുന്നത്? ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നം. അമ്മോ, തെറ്റ് ശരിയാടാ കിട്ടും സതീശ. നീ ആദ്യം ആ ടിക്കറ്റ് എടുക്ക്. ശശിയേട്ടാ, സീഷൊന്നും വേണ്ടപ്പാ, കാര്യം നല്ലതല്ല. ലാസ്റ്റ് നിങ്ങൾ പോയിട്ട് നിങ്ങൾ വേണ്ട, ഞാൻ എന്റെ പണി തരാൻ എടുക്കുന്നത്. ടിക്കറ്റ് തന്നത് ഞാനാണെങ്കിൽ വാങ്ങാൻ എനിക്കറിയാം സതീശ. നീ ആധാർ കാർഡ് കോപ്പി എടുത്തില്ലേ? എല്ലായിടത്തും ബാങ്കിലെത്തിയിട്ട് നോക്കാം. അവര് രണ്ടും കൽപ്പിച്ചിട്ടാണ്. നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നേരെ നടന്നപ്പാ. സതീശ, ടിക്കറ്റ് തന്നിട്ട് പോയാ മതി. ആ ടിക്കറ്റ് കൊടുക്കടാ, ആ ടിക്കറ്റ് എടുക്ക്. ചേട്ടാ മാറി എടുക്കടാ. ചേട്ടാ കൊടുക്കടാ. കിട്ടിയടാ. ഇതെന്നല്ലേ ചേച്ചി മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എന്നാലും സത്യ ഒരു നമ്പറിനല്ലേ 80 ലക്ഷം പോയേ. ആ ശശിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓർക്കൊരു 1000 രൂപ പോലും അടിച്ചിട്ടില്ല. 1000 ഇല്ല, 500 ഇല്ല. ഇതെല്ലാം എങ്ങോട്ടാ പോകുന്നത്? അതെല്ലാം അങ്ങ് തിരുവനന്തപുരത്തായിട്ട് അങ്ങ് പോയി. ഒരു തോട്ട് വരുന്നത് ഞാൻ നമുക്ക് ഒരു അടി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതല്ലേ കിടക്കുന്ന അടി വരട്ടെ.
ഇങ്ങനെ ഗ്രൂപ്പില്ലാണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ്. നല്ല സുഖാണ് ഇടുന്നത്. ഈശ്വര അപ്പൊ കണ്ടല്ലോ, ഇത് ക്യാമറാമാൻ ഉണ്ടാവും, ഡയറക്ടർക്കും ഇവരൊക്കെ അവസ്ഥ എന്താ അനുഭവം? അതൊരു ഭയങ്കര അത് മാത്രല്ല കഴിഞ്ഞിട്ട് കറക്കിയിരുന്നില്ല. രാവൻ സതീശനുണ്ട്, പിന്നെ ബിജൂട്ടനും, ഇവര് അതിന്റെ ചെറിയ കുട്ടികളെ മാതിരി. പിന്നെ നമുക്ക് നമ്മുടെ മൊത്തം 90% അവിടെ വെച്ചിട്ടല്ലേ നാട്ടുകാരുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. ഓ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രായമുള്ള വ്യക്തി. പിന്നെ അവിടുത്തെ ഈച്ച് ആൻഡ് എവറി എന്ന് പറയാം, നമ്മളോട് അത്ര ഇഷ്ടമാണ്. എന്ത് ത്യാഗം വേണ്ടിക്കും അവർ നമ്മുടെ കണ്ണൂർ കഫേക്ക് വേണ്ടിയിട്ട് അത്ര ഇഷ്ടം. നമ്മുടെ പ്ലസ് പോയിന്റ് ആണ്. അതായത് പഴശ്ശി കാഞ്ഞിരത്തിന് കീഴ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മള് മിക്കവാറും എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്താണ്. ഈ ചേച്ചേട്ടൻ പറഞ്ഞ പോലെ അവിടെ ഒരു അനിയാട്ടന്റെ ചായക്കടയാണ് നമ്മുടെ ഓഫീസ്. അതാണ് നമ്മളൊരു കഥാപാത്രം. അപ്പോ മറ്റൊരു ഓഫീസ് നമുക്ക് വേണ്ട. ആ ചായപ്പടിയും അതിന്റെ ബെഞ്ചും അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ കണ്ടന്റ് എല്ലാം ചർച്ച ചെയ്യുന്നതും മിക്കവാറും ഷൂട്ട് ചെയ്യുന്നതും അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ആ പ്രദേശം അവിടെയുള്ള ഒരു വീട്ടിലിപ്പോൾ ഒരു കണ്ടന്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നല്ല, അവിടെ ഇരുന്ന് ഒരു കാര്യം ചർച്ച ചെയ്ത് നമുക്ക് ഇന്ന ഒരു വിഷയം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് പിന്നെ ഉത്തരം ഏറ്റവും അടുത്തേതാണോ സ്ഥലമുള്ളത് നേരെ അവിടെ പോയിട്ട് ഇന്ന് നമ്മളിത് എവിടെ നിന്ന് ഈ കാര്യം ചെയ്യുന്നുണ്ടെന്ന് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന പരിപാടിയില്ല. ചെയ്യുന്നു എന്ന് പറയുന്നു, അവിടെ കയറി കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടികൾ അവിടെ തന്നെ സംഘടിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രദേശത്ത് നിന്ന് കിട്ടിയ പിന്തുണ അത് പറയാതിരിക്കും. അത് മാത്രല്ല ഉച്ചഭക്ഷണം അതൊക്കെ ഇപ്പൊ ഷൂട്ടിന് പോയപ്പോഴും മൊത്തം ഏറ്റെടുക്കും. നാട് മൊത്തത്തിൽ നമ്മളെ ഒരുപക്ഷെ അതെന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ നിങ്ങൾ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളിൽ ഈ കൂടിയിരിക്കുന്ന പലരും ഉണ്ടാവും, നിങ്ങൾ ഓരോ അവതരിപ്പിക്കുന്ന സംഭവങ്ങളില്ലേ. കറക്റ്റ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ തന്നെയാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ചില സാധനങ്ങളുണ്ട്. ഇപ്പൊ അടുത്തിറങ്ങിയത് ചൂണ്ടയോ എന്താ മഴയത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശശിയേട്ടൻ അവസാനം ഒരു 200 രൂപ എടുത്ത് ഷെയർ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. രസമാണ്, അതും കൂടി ഒന്ന് കാണാം. നല്ല മഴ അല്ലേ, വെറുതെ ഇരിക്കാൻ പറ്റിയ കാലാവസ്ഥ. നമുക്ക് ചൂണ്ടയിടാൻ പോയല്ലോ. എന്തിന്? മീനിന് തീറ്റെടുക്കാനാ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. നിങ്ങളെ ആരാ വിളിച്ചിട്ട് പോവാ, നമുക്ക് തോട്ട് പോവാം. നല്ല മഞ്ഞളിൽ കിട്ടും. മഞ്ഞളിന്റെ തോലിങ്ങനെ പൊളിച്ച് ഇങ്ങനെ കഷ്ണാക്കി കുറച്ച് ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനെ ഇട്ട് പെരക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ എൻ്റെ രാമാട്ടാ. അതിന്റെ കൂടെ ലേശം സാധനം കൂടി ആയാലോ. എന്നിട്ട് ആദ്യം അതിന്റെ പരിപാടി നോക്കാം. സ്വാഭാവികമായിട്ട് നാട്ടിൻപുറത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരുമിച്ച് ഒപ്പരം നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ അതന്നെ ചില ആള് മറ്റേ ഇത് അവരാണല്ലോ ഇത് ഇവരാണെന്നുള്ള തോന്നുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ. അത് ഇത് മാത്രമല്ല, ഒരു ഉദാഹരണം മാത്രമല്ല. കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പറഞ്ഞു തന്നായിരുന്നു. ശരിക്കും ഈ ചെയ്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ 2 മില്യൺ കണ്ട സംഭവം തന്നെയാണോ, ബീഫിൻ്റെ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചെയ്ത വർക്കിൻ്റെ ഒന്ന് അങ്ങനെ അളക്കുന്നത് ശരിയില്ല, എന്നാലും എല്ലാം ഒന്നിനൊന്നും വെച്ചതാണ്. ഏറ്റവും മോശം ഏതാന്ന് ചെയ്ത ഇത് പോരായിരുന്നു എന്ന് തോന്നിയതും ഉണ്ടായിരുന്നു, കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ആദ്യം ചെയ്ത എപ്പിസോഡുകളായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. അത് നമ്മൾ അന്നേരം തന്നെ നമ്മൾ റീഷൂട്ട് ഒക്കെ ചെയ്തത് ഇതായി. നമ്മൾ ഓഡിയോന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആദ്യം ചെയ്ത എപ്പിസോഡ് നമ്മൾ റീഷൂട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്തത്. ഓഡിയോ എല്ലാം പെർഫെക്റ്റ് ഓഡിയോ ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അറിയില്ല എങ്ങനെയാണെന്നുള്ള. നമ്മളുടെ അടുത്ത് ഒരു ലാപ്പിൽ മൈക്ക് സാധാരണ നമ്മളെ വയേർഡ് ആയിട്ട്, അപ്പൊ അത് കുത്തിയിട്ടാണ് എടുത്തത്. അത് നമുക്ക് കാണിക്കില്ല, നമ്മൾ ആദ്യം കാണിക്കില്ല. കാരണം എല്ലാരും ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ കാണുമ്പോ വീഡിയോ കാണുമ്പോ അത് മൈക്ക് കാണിക്കുമ്പോൾ അതൊരു അഭിനയത്തിന്റെ ഒരു ഫീല് വരും. അപ്പൊ പിന്നെ അത് ഇതിപ്പോ ഇവരെല്ലാം ചെയ്യുന്നത് ശരിക്കും ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കുന്നത്. അപ്പൊ അന്നേരം പിന്നെ ഒരു മൈക്ക് കാണുമ്പോൾ കാണുന്നവർക്ക് ഒരു ആലോചന. അപ്പൊ മൈക്ക് വെച്ചിട്ട് കറക്റ്റ് ആയില്ല. പിന്നെ അടുത്ത ദിവസം മൈക്ക് കൊണ്ടുവന്ന് പിന്നെ ഒന്നും കൂടി സെയിം കണ്ടന്റ് തന്നെ പിന്നെയും ഷൂട്ട് ചെയ്തു. നമ്മൾ ഇവിടെ പോയിരുന്നു, എടക്കാനം പുഴ
ആ സൈഡിൽ. ആ. അത് യൂട്യൂബ് കണ്ടന്റ് ഷൂട്ട്. ശരി. റീൽസിലേക്ക് വരുന്നത് ആക്ച്വലി പിന്നെയാണ്. പിന്നെ നമുക്ക് ഒരു ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായ സമയത്താണ് നമ്മൾ റീൽസിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് റീൽസ് ചെയ്ത് അങ്ങനെ, അല്ലാണ്ട് പ്ലാൻ ചെയ്തല്ല. പിന്നെ അത് കയറി ഒരു റീല് കയറി ശശിയേട്ടൻ്റെ തന്നെ ഒരു തക്കാളി, കഴിഞ്ഞ വർഷം തക്കാളിക്ക് വില കൂടിയ സമയത്ത് ഒരു സാധനം അല്ലേ. ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിങ്ങളെ ഈ പല സ്ക്രിപ്റ്റ് ഇതിലും വരാറുണ്ടെന്ന് അല്ലേ? നമുക്ക് നമ്മുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ള ആൾക്കാർക്ക് മുഴുവൻ കഥാപാത്രങ്ങളുടെ പേര് നമ്മുടെ പേര് തന്നെയാണ്. അതൊരു വലിയ അതാകുമ്പോൾ ഇപ്പൊ രാമൻ പോലെ ശശി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആൾക്കാർക്കും അത് ഭയങ്കര ഒരു, അത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മളിപ്പോ വേറൊരു കഥാപാത്രമായിട്ട് ജീവിക്കുന്ന കാര്യം വരുന്നില്ലല്ലോ, നമ്മൾ തന്നെയാണല്ലോ. അപ്പൊ ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ നേരത്തെ ആ ഉള്ളുന്നിട്ട രാമന്റെ വിളിയുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ രാമനെ വിളിക്കുന്നതായിരിക്കും. ആണ് രാമാന്നല്ലേ, എന്താണ് രാമ. അപ്പൊ അത് ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഈ പിന്നെ സ്വന്തം ഇത് വരുന്ന സമയത്ത്. അപ്പൊ ഇതിന് ഇപ്പൊ ഏകദേശം എത്ര ചെയ്തിട്ടുണ്ട് അത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അല്ലേ? എപ്പിസോഡ് എത്ര കണ്ടന്റ് ചെയ്തിട്ടുണ്ടാവും? 100 കൂടുതലായി അല്ലേ? 100 കൂടുതലായി തോന്നുന്നു. എന്നാലും പിന്നെ ഇതിനകത്ത് ശശിയേട്ടൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഒരു സാഡായിട്ട് വരുന്നു. ഇപ്പം എല്ലാം നിങ്ങൾ ചിരിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സന്ദേശം വെച്ചാൽ അതിനകത്ത് ഒന്നുണ്ട് നമ്മൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് രാത്രി മദ്യപിച്ചിട്ട് ഞാനും രാമനും കൂടി മദ്യപിക്കുക. എന്നിട്ട് രാമൻ്റെ മകൻ അവിടെ വന്നത് ജോലിക്ക് പോകുമ്പോൾ എന്താ ആ വീട്ടിൽ ലീവിൽ വന്നതാണ്. അവൻ തിരിച്ചു പോകുമ്പോൾ അവനെ എൻ്റെ വണ്ടി കൊണ്ടുപോവാ. അല്ല അവൻ്റെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശശിയേട്ടൻ നിർബന്ധിക്കാം, നീ ആ വഴിക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ വേറൊരു വണ്ടി പോകുന്നത്, രാമന്റെ കൂടെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. ആ പോക്ക് ആക്സിഡന്റ് ആയിട്ട് പിന്നെ ആശുപത്രിയില് സമൂഹത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു സന്ദേശം ഉണ്ട് അതിനകത്ത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ട്, അത് അങ്ങനെ വന്നുപോയി എന്നുള്ള ഒരു വിഷയം പറയും വരുമല്ലോ. നമ്മള് പിന്നെ ഇതുപോലത്തെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് പല കമന്റുകൾ വരും. ഇപ്പൊ മദ്യപിച്ച പുകവലിച്ച അങ്ങനെയുള്ള ചില സീനുകളൊക്കെ വരുമ്പോൾ നിങ്ങളെന്താ അതിന്റെ ഇടയിൽ ഇത് എഴുതി കാണിക്കാത്ത ചോദിക്കുമ്പോൾ സത്യത്തില് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന മൊത്തം ഈ മെസ്സേജാണ്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഇത് നിയമപരമായ മുന്നറിയിപ്പ് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുന്നുണ്ട്. അത് മദ്യപിക്കുന്ന സീന് കാണുമ്പോൾ അത് സത്യത്തിൽ നമ്മൾ അതിനെ മൊത്തത്തിൽ ഇതിനെതിരായിട്ടുള്ള അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനെതിരായിരിക്കും. അപ്പം പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ആ ഒരു കാണിക്കേണ്ട ആവശ്യമില്ല. പുകവലിയുടെ ഇത് പറയുന്നുണ്ട്, കാണിച്ചില്ലേ നമ്മൾ നല്ലൊരു സാധനം പുകവലിനെ കുറിച്ചുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രസന്റ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം അതിനെതിരെ ഒരു സംഭവം അതൊക്കെ നല്ല റേഞ്ചിൽ പോയതാണ്. പിന്നെ ആ കുട്ടികളുടെ മാത്രമല്ല, അതിനകത്ത് രസമുള്ളൊരു സംഭവം വന്നത് ഈ ശശിയേട്ടൻ ഒരു ആദ്യമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വന്നില്ലേ, എന്താ വിശുദ്ധനോ അതിനെന്തോ എന്തെങ്കിലും അതിൻ്റെ പേരുണ്ട്, അങ്ങനെ ഒരു കണ്ടന്റ് കണ്ടായിരുന്നു. ശരിക്കും അത് ആക്ച്വലി ഇപ്പം എല്ലാവരുടെ അടുത്തും മൊബൈലായല്ലോ. ഇപ്പം കുറച്ചുകൂടി മുമ്പിൽ വരുന്ന സമയത്ത് ഈ മക്കളെല്ലാം കളിപ്പുന്ന വരുമ്പോൾ അല്ലെ അവരുടെ അടുത്തുണ്ട് ഇവരുടെ അടുത്തുണ്ട് പറഞ്ഞാൽ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഈ സാധനം എടുക്കും, ഇതെന്താണെന്ന് അറിയാണ്ട് ചെയ്യുന്ന സംഭവം. അപ്പം അവർക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന ഒരു സംഭവമായി. ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടാവില്ലേ, അതും ശരിക്കൊരു സന്ദേശം. അതെ അവള് പൈസ വയ്ക്കുന്നതാണ്. ശരിക്കും ഒരുപാട് പേര് അങ്ങനെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുന്ന ആൾക്കാർ, ഇത് കേൾക്കാൻ ആൾക്കാർ വേണ്ടേ, അല്ല ഇത് പരിഹരിച്ചു കൊടുക്കാൻ ആൾ വേണ്ടേ. ചിലപ്പോൾ അതെ വാർത്തകളായിരുന്നു. ഇപ്പം രാമായണനെ സംബന്ധിച്ച് ഇനി ഈ സിനിമയിൽ ചെറുങ്ങനൊന്നും മുഖം കാണിച്ചെന്നല്ലേ പറഞ്ഞല്ലേ? അപ്പൊ ഇനി അതിന്റെ ഒരു ശ്രമത്തിലാണോ? അങ്ങനെയല്ല, ഈ ശശിയേട്ടൻ ഇപ്പൊ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു, ഒറ്റക്ക് പോയി അഭിനയിക്കുന്ന. അപ്പൊ അന്ന് രാമ എന്നും പറഞ്ഞ് കൂട്ടാത്തെന്താ ശശിയേട്ടൻ? അല്ല, എന്റെ കൂടെ വന്നിരുന്നു. അതെ, ഞാൻ ഇപ്പം വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്തിരുന്നു. അത് ചോറ്റാനിക്കര വെച്ചായിരുന്നു ഷൂട്ട്. ഞാൻ പോകുമ്പോ രാമനെ എന്റെ കുട്ടിയിരുന്നു, രാമനെ കണ്ടു പഠിക്കട്ടെ. അല്ല, അവര് രാമന്റെ ഫോട്ടോ ഒക്കെ എടുത്തു, അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ചെയ്ത വർക്കുണ്ടാവല്ലോ ഈ സംഭവം. സത്യത്തില് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഈ ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതില് ഇവരെ പങ്ക് വളരെ വലുതാണ്. ഇത് ഈ കണ്ണൂർ കഫേന്റെ ഇതിന്റെ ഭാഗമായത് ഷിജിത്തും തരുണും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം ഇതിന്റെ ഭാഗമായത്. അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. നാടകം ചെയ്യും, അതിന് മടിയില്ല. അത് പിന്നെ പണ്ടേ ചെറുപ്പത്തിലുള്ള ഒരു ശീലം എന്നുള്ള നിലക്ക് നാടകത്തിനൊരു പേടിയില്ല. പക്ഷെ ഈ ക്യാമറക്ക് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്ക് എനിക്ക് ആദ്യം അത് പറ്റില്ലാന്ന് തോന്നിയതാ. പിന്നെ ഈ ഒരു ടീമിന്റെ ഭാഗം യാദൃശ്ചികമായി നമ്മളെ വെള്ളം മാത്രല്ല എത്രയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അതിങ്ങനെയാണ് വലിയ ഘടകമാണ്. ശരിക്കും ഞാൻ തുറന്നു പറയാൻ പലരെയും പരിചയപ്പെട്ട കൂട്ടത്തില്
കാണുന്നൊരു അനുഭവം. കുറച്ച് കഴിവുകൾ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് വലിയ തണ്ടിട്ട് സംഭവമാണെന്ന് തലയിൽ ഒരു ജാടയിട്ട് കെട്ടൊക്കെ കെട്ടി, ജാടയിട്ട് കുറച്ച് താടിയൊക്കെ ഇപ്പോഴേ കെട്ടി, ഭയങ്കര ജാടയിട്ട് ആ ഞങ്ങൾക്ക് ഒരു കുറെ ശീലമുണ്ട്. കുറച്ച് സിനിമാ ഫീൽഡുമായിട്ട് പരിചയമുണ്ട്. വലിയ പരിചയമൊന്നുമില്ല, ചെറുത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 2 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ജാടിയിരിക്കും. അത് ഇവർക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സംവിധായകനും നമ്മുടെ ക്യാമറാമാനും അതില്ല. അത് ഇവർക്ക് അറിയാഞ്ഞിട്ടോന്നും അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാതെ പഠിച്ചോളൂ. പഠിപ്പിക്കല്ല, അങ്ങനെ നിന്നോട്ടെ. അതിനകത്ത് പറഞ്ഞിട്ടില്ല, അറിഞ്ഞൂടായിട്ടല്ല, അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അതാ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇപ്പം ശശിയേട്ടൻ പറയുന്നില്ല, നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഒരു ഈ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പിന്നണിയിൽ നിൽക്കുമ്പോൾ ഈ പുതിയ പുതിയ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ പുതിയ താരങ്ങളും ഉദയം ചെയ്യുന്ന ഒരു സംഭവങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ചില എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള നടന്മാരായി കഴിഞ്ഞാലും പിന്നണിയിൽ ഉള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ കഥാപാത്രം പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരൊന്നും ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ചെയ്ത് കൂട്ടുന്ന സമയത്ത് ആദ്യം പറഞ്ഞായിരിക്കുമല്ലോ, ഇതുവരെ അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ലേ? എല്ലാം തിരിച്ച് പറഞ്ഞു കൊടുത്ത് ശരിയാക്കാനാണോ അല്ലെങ്കിൽ ഒരു നീരസംഗം തോന്നിയിട്ടില്ല? നമ്മളത് എൻജോയ് ചെയ്യുന്നതല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് സാധനം എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഡയലോഗ് സ്ലിപ്പ് ആവും. അത് ചിലപ്പോ രാമേട്ടനായിരിക്കും ആ ദിവസം ഉണ്ടാവുക, അല്ലെ ശശിയേട്ടനായിരിക്കും. ചിലപ്പോ സതീശൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന 8-9 ടേക്ക് ഉണ്ട്. ചില ആൾക്കാർക്ക് ചില ദിവസങ്ങളിൽ അവരുടെ അന്നത്തെ ഒരു മൂഡ് പോലെ ആയിരിക്കും ഡയലോഗ് സ്ലിപ്പ് ആവുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന ഡയലോഗ് പുറത്തേക്കും, പക്ഷെ അത് ശരിയാവും. നമ്മള് പിന്നെ റീടേക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് വിടും. നമ്മളാ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടാവും. മതി പോട്ടെ എന്നുള്ള പരിപാടി ഇല്ല, വിട്ടുവീഴ്ചയില്ല വർക്കിൽ. അല്ല, അതൊരു വലിയ കാര്യമല്ലേ. ഇപ്പം വിട്ടുവീഴ്ച ഇല്ലാണ്ട് പിന്നെ ചെയ്യാതെ പറയുമ്പോൾ ചിലത് നമ്മൾ ചെറിയ നീക്കുപോക്കല്ല, അതിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല. കാരണം ഈ ഒരു തവണ അഥവാ അങ്ങനെ സംഭവിച്ചു പോയാലും അടുത്ത തിരുത്താൻ അവസരം ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. അതിനൊരു ധൈര്യം ഉണ്ടാവും. അഥവാ തെറ്റിപ്പോയാലും അപ്പൊ അന്നേരം ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് ആയിരിക്കും ചിലപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഇവരൊന്നും കൂടി റെഡിയാക്കും. അതിനകത്ത് ഏതെങ്കിലും സാധാരണ ഫിലിമിലെല്ലാം അങ്ങനെയല്ല ചെയ്യുന്നത്. എത്ര ടേക്കാണ് ഇപ്പോൾ 10 ടേക്ക് എടുത്താലും എന്തെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ഉള്ള ഒരു സാധനമല്ലേ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇതിന്റെ എഡിറ്റിംഗ് എല്ലാം നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് എല്ലാ സംഭവം? ഇപ്പം ഇതിന്റെ എത്ര വർഷമായി ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ക്യാമറ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് 11ാമത്തെ വർഷം. 11 വർഷമായി. ഷോർട്ട് ഫിലിം ചെയ്തു. അത് നിങ്ങൾ നേരത്തെ പ്രായത്തിന്റെ ഒരു മൂപ്പരെ കണ്ട അങ്ങനെ തോന്നൂല. അതെ, അങ്ങനെ പറയണം. അങ്ങനെ ചെറുപ്പത്തിലേ തുടങ്ങിയെന്ന് പറയാനാ പറഞ്ഞത്, ചെറുപ്പമെന്ന് പറയാനല്ല. ഇപ്പോൾ 10-11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം പിന്നെ അതെന്തായാലും നിങ്ങൾക്ക് ഗുണമായിട്ട് വരുന്നുണ്ടാവും. നമ്മൾ പിന്നെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞാൽ സ്ഥലം തൊടികളാണ്. തൊടികളം ഫാമിലി. വീട്ടില് അച്ഛനമ്മയുണ്ട്, വൈഫുണ്ട്, പേര് അശ്വതി. മോനുണ്ട്, മോൻ 9 വയസ്സായി, 3ാം ക്ലാസ് പഠിക്കുന്നു. അവിടെ തന്നെ ബാംഗ്ലൂർ സെറ്റിൽഡ്. ഇപ്പം തൊടികളം എന്ന് പറയുമ്പോൾ വർക്കെല്ലാം വരുമ്പോൾ നമ്മൾ അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. സ്ഥിരം തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു ഉഗ്രൻ ക്യാമറാമാനെ തീർച്ചയായിട്ടും പിന്നെ ഫിലിം ഫീൽഡിൽ തന്നെ കിട്ടുമല്ലേ. പിന്നെ ഇനി എപ്പോഴെങ്കിലും പിന്നെ ഇവരുടെ ഈ പറഞ്ഞല്ലോ, ഇപ്പോഴേ പറഞ്ഞു ശാന്തസ്വരൂപനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് പറഞ്ഞു ഇനി വലിയൊരു ക്യാമറാമാൻ ആകുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ നമുക്ക് പിന്നെയും സമീപിക്കാമല്ലോ. തീർച്ചയായിട്ടും ആശംസിക്കുന്നത് അക്കാര്യത്തിൽ. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരെ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട്, മറ്റെല്ലാം സ്കിറ്റിൽ വരുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും പ്രേക്ഷകരെ കാണിക്കും. അത് അവരെ കുറിച്ച് കൂടി ഒന്നും പറയാൻ പറ്റില്ല. ബാക്കിയുള്ള വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ പറയാം, അഭിനയിക്കുന്ന ആൾക്കാർ. ഷിജിത്ത് കല്യാണം നമ്മളെ മെയിൻ ഹെഡ്. അവരുടെ പേരും അത് തന്നെ അങ്ങനെ തന്നെയാണ്. ഷിജിത്ത് കല്യാണം തന്നെയാണ് പുള്ളിയുടെ പേര്. നമ്മൾ രണ്ടുപേരും കൂടി കഥാപാത്രം അത് തന്നെയാണ്. ഡയറക്ടറാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുറകെയാണ് ഇത് വന്നത്. പിന്നെ വിപിൻ അത്തിക്ക ഡയറക്ടർ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആണ്. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഹേമന്ത്, പുള്ളി ശ്രീകണ്ഠാരങ്ങാണ്. പിന്നെയുള്ള ബാക്കി നമ്മൾ അഭിനേതാക്കളാണ്. ഇവർ രണ്ടുപേരും കൂടാതെ രാധാകൃഷ്ണൻ തലച്ചങ്ങാട്ടുണ്ട്. പിന്നെ സതീശൻ, ഈ കഥാപാത്രത്തിന്റെ പേരുള്ള ഇത് തന്നെയല്ലേ? രാധാകൃഷ്ണൻ. പിന്നെ സതീശൻ വയലാറമ്പ്, നടുവനാട് ആ ഏരിയയിലാണ്. പിന്നെ ലീലേച്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ലീലേച്ചിന്റെ മോൻ ബിജുട്ടൻ മട്ടന്നൂർ. പിന്നെ വേറെ ഉള്ളത് മനോഹരൻ വെള്ളിലോട്. നമ്മുടെ റേഡിയോ മലബാർ അവിടെ വർക്ക് ചെയ്യുന്ന RJs ആണ് 2 പേര്. രാജശ്രീനാരായണൻ. അതാണ് നിങ്ങളുടെ മൊത്തം ടീം. അതെ. പിന്നെ ഗംഗാധരൻ പുള്ളിയുടെ ബാക്കി നെയിം ഗംഗാധരൻ മട്ടന്നൂർ. നമുക്ക് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ
റേഡിയോ സ്റ്റേഷനാണ്. എന്താ പറയുക? റേഡിയോ മലബാർ. റേഡിയോ മലബാർ. റേഡിയോ മലബാറിലെ റേഡിയോ, അതെ, റേഡിയോ മലബാറിലെ സ്റ്റാഫാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2 പേര്. അതുപോലെ നമ്മളെ പല ചർച്ചകളും നടക്കുന്നതും ഈ റേഡിയോ മലബാറിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ശ്രോതാക്കളുള്ള ഒരു പുതിയ സംഭവം ഇപ്പം അതിനുശേഷം അത് ഭയങ്കര. അതെ, ഇപ്പം എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല പിന്തുണ തന്നുകൊണ്ടിരിക്കുന്നു. രാമേട്ടൻ്റെ നാടകമെല്ലാം ഉണ്ടെന്നു അല്ലേ അതിനകത്ത്? അതെ, റേഡിയോ മലബാറിൽ ഞാൻ സത്യത്തിൽ റേഡിയോ മലബാറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ നാടകങ്ങളുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാണുന്നത് കൂടാണ്ട് പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള അവസരം കൂടിയുണ്ട്. റേഡിയോ മലബാറിന്റെ സ്റ്റേഷൻ ഡയറക്ടർ കൃഷ്ണകുമാർ കണ്ണോത്തിൻ്റെ നാടകങ്ങളാണ് ഞാൻ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാളിദാസ കലാകേന്ദ്രം എന്ന് പറഞ്ഞ് നമുക്കൊരു സമിതിയുണ്ട്. അപ്പോൾ ആ സമിതിയിലെ നാടകങ്ങളാണ് ചെയ്ത്. പിന്നെ റെഡ് സ്റ്റാർ, ഉരുവച്ചാൽ റെഡ് സ്റ്റാറിൻ്റെ നാടകങ്ങൾ അതിനു മുമ്പേ. അങ്ങനെ ശരിക്കും നാടകരംഗത്ത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കണ്ണൂർ സംഘകല എന്ന് പറഞ്ഞൊരു വിൽക്കലാമേള ട്രൂപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ സജീവമായി ആ ട്രൂപ്പിൻ്റെ ഭാഗമാണ്. ഒരു വർഷം ഏതാണ്ട് ഒരു 100-നടുത്ത് സ്റ്റേജ് കളിക്കും സീസണിൽ. അങ്ങനെയുള്ളൊരു ടീമിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ചെയ്തു വരുന്ന സംഭവമൊക്കെ ഏതായാലും നല്ല വിജയത്തിലെത്തട്ടെ. കുടുംബം എല്ലാം എങ്ങനെയാണ് ചേട്ടാ? കുടുംബം ഭാര്യ, 3 മക്കള്, 2 പെണ്ണും 1 ആണും. 2 പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് ഒരു മക്കള്. മകൻ TCS എഞ്ചിനീയറാണ് ബോംബെയിൽ. പിന്നെ വീട്ടിൽ പ്രായമായ ഞാനും എൻ്റെ ഭാര്യയും മാത്രം. പ്രായമായ ഞാനും എൻ്റെ ഭാര്യ ഭാര്യക്ക് പ്രായമായിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ട ഒരു പ്രശ്നം ഉണ്ടല്ലോ. പ്രായമായ ഭാര്യയും ഞാനും എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ? അതെ. രാമേട്ടൻ്റെ എൻ്റെ വീട്ടിൽ അമ്മയും അനിയനും അനിയൻ്റെ ഭാര്യയും കുട്ടികളാണുള്ളത്. നേരത്തെ ശശിയേട്ടനോട് ചോദിച്ച പോലെ അനുഭവം പറയുന്ന കൂട്ടത്തിൽ ഞാനും അത്തരത്തിലൊരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എൻ്റെ കുടുംബ പശ്ചാത്തലം പറയുമ്പോൾ ഭാര്യയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സമയത്ത് ഞാനും ഭാര്യയും ഒന്നിച്ച് നാടകത്തിൽ അഭിനയിക്കുകയും നല്ല നടിയായി സമ്മാനമൊക്കെ വാങ്ങുകയും ചെയ്ത ഒരാളായിരുന്നു എൻ്റെ ഭാര്യ. അകാലത്തിൽ പൊലിഞ്ഞു പോയി. ഭാര്യയുടെ പേരിൽ ഞാൻ ആദ്യമായി എൻ്റെ സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു കാവിലാണ്, കൂട്ടക്കാവിലാണ്. 87-ലാണ് ഞാൻ കഥാപ്രസംഗമായി സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ അത് നാടകത്തിലേക്ക് മാറി. അപ്പോൾ അവിടെ ഒരു ജില്ലാതലത്തിലുള്ള നാടക മത്സരം നടക്കും. ആ നാടക മത്സരത്തിൽ എൻ്റെ ഭാര്യയുടെ മരണശേഷം ആ കമ്മിറ്റി ഇവിടെ പേരിൽ ഒരു ഉപഹാരം കൊടുക്കാൻ തീരുമാനിക്കുകയും, അപ്പോൾ മാഹി നാടകപ്പുര അടക്കമുള്ള ടീം മത്സരിക്കുന്നൊരു വേദിയാണ്. അപ്പോൾ അവിടെ 3 വർഷം തുടർച്ചയായി ഈ മത്സരത്തിൽ മികച്ച അഭിനേതാവിനുള്ള ഉപഹാരം, ഇവളുടെ പേരിലുള്ള പുരസ്കാരം അത് ഞാൻ വാങ്ങാണ്. ശരിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ശശിയേട്ടൻ മറ്റ് വലിയ പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ കാരണം അത് അനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ദീപ രാമകൃഷ്ണൻ സ്മാരകം അത് വാങ്ങിക്കുന്നത് രാമകൃഷ്ണനാണ്. അപ്പോൾ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അതുപോലെ നേരെ തിരിച്ച് കഥാപ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിലൊരു രസകരമായ അനുഭവമുണ്ട്. ഞാൻ ജില്ലാതലത്തിൽ മത്സരിക്കാൻ വേണ്ടി പോയപ്പോൾ മത്സരം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ആചാനുബാഹുവായ ഒരു ചുബായിട്ടൊരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ പുറത്ത് തട്ടി എന്നോട് ചോദിക്കുകയാണ്, ഈ അവതരണത്തിനെ കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തുറവൂർ രാമേന്ദ്രൻ സാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ഭയങ്കര അത്ഭുതമായി, ഭയങ്കരമായിട്ട് എന്നെ ചേർത്ത് പിടിച്ച്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എന്നോട് ചോദിച്ചു എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ അറിയില്ല, ഞാനാണ് തുറവൂർ രാമേന്ദ്രൻ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ എഴുതിയൊരു കഥ ഞാൻ സ്വയം പഠിച്ച് അവതരിപ്പിച്ചതാണ്. എനിക്കറിയില്ല ഈ തുറവൂർ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ അറിയില്ല. പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞപ്പോൾ ആ വ്യക്തിക്കുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ. അതിനുശേഷം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു വീട്. അപ്പോൾ അവിടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കോഴിക്കോട് എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നു. പിന്നെ കുറേ കാലം ആ ബന്ധം അതുപോലെ തന്നെ നിലനിന്നിരുന്നു. ഏതായാലും ഇപ്പം പോകുന്നതും ഇതിലൊതുങ്ങാതെ ഇനി അടുത്ത അബ്രപാളികളിലേക്ക് തിളങ്ങാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ കൂടുതൽ അതിഥികളുമായി വീണ്ടും എത്താം.